ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സീലിംഗിൻ്റെ ഹൈറ്റ് ഒരിക്കലും കിട്ടില്ല. സീലിംഗിൻ്റെ ഹൈറ്റ് കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞവർക്ക് എയർ കണ്ടീഷനൊക്കെ ചെയ്യും. വീടുകളിലൊക്കെ അതേപോലെ തന്നെ ബിൽഡിങ്ങിലൊക്കെ ചെയ്യും. ആ ബിൽഡിംഗ് വെച്ചാൽ ആ എയർ കണ്ടീഷൻ്റെ ആ ഏരിയക്ക് അനുസരിച്ച് അതിന് ഡക്റ്റുകൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. പലപ്പോഴും ഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലുള്ള വേണ്ടത്ര സ്പേസ് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജിപ്സം സീലിംഗ് പിന്നെയുള്ള സീലിംഗ് ഒക്കെ അതിനോട് താഴത്ത് അടിക്കേണ്ടി വരും. അപ്പം അവിടെ സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് 3 മീറ്റർ 3.10 ആ ലെവലിലാണ് ഏകദേശം ഇത് വരാറുള്ളത്. അതിന് മുകളിലോട്ടാണ് മാക്സിമം എടുക്കാറുള്ളത്. അപ്പോഴാണ് നല്ലൊരു സ്പേസസ് ആയി തോന്നും ചെയ്യുള്ളൂ, നമുക്ക് ചൂട് കാര്യങ്ങളൊക്കെ കുറയുള്ളൂ. പക്ഷേ ഈ എയർ കണ്ടീഷൻ വരുന്ന സമയത്ത് അതിൽ നിന്നും പിന്നെയും അടിയിലോട്ട് ഡക്റ്റ് വരുന്നതുകൊണ്ട് താവും. അപ്പം എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക 10 അടി കിട്ടേണ്ട അടുത്ത് 9 അടിയൊക്കെ ആയി മാറും, അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് 8 അടിയൊക്കെ ആയിട്ട് മാറും. അപ്പം വളരെ കൺജസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ജിപ്സത്തിൽ വരികയും വീണ്ടും താവും. ഇവിടെ അതേപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ മാതിരിക്ക് തന്നെ ആ ഡക്റ്റിൻ്റെ സൈസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ചെറിയ മാറ്റം വരുള്ളൂ. പക്ഷെ അതിനും കൂടുതൽ മാറ്റം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഏരിയയിൽ ഒരു ബീം വരുന്നുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട്. അപ്പോൾ ആ ബീമിനെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞമാർക്ക് ഡക്റ്റ് കൊണ്ടാൻ പറ്റില്ല. ആ ബീമിന് താഴെ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ വരും. ആ 30 സെൻറ്റിമീറ്റർ വീണ്ടും അതിൻ്റെ താഴോട്ട് 20-25 സെൻറ്റിമീറ്റർ ഒക്കെ ഡക്റ്റ് വരുമ്പോൾ നമ്മൾ ആ ഒരു സീലിങ്ങിൻ്റെ ഹൈറ്റ് വീണ്ടും താവുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ച പ്രശ്നം. അപ്പം നമുക്കിത് ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് എടുക്കുന്നതിന് മുന്നേ, കാരണം വെച്ചാൽ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ബീം ഈ പറഞ്ഞമാർക്ക് പൊളിച്ച് ഒഴിവാക്കാനോ നമുക്ക് മാറ്റി ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഡിസൈനിലും പല എലമെൻറ്റും ഉണ്ട്. ചിലപ്പോൾ പണിയുന്ന സമയത്തായിരിക്കും നമ്മൾ ബന്ധപ്പെടാറുള്ളത്. പക്ഷേ അതിൻ്റെ എലിവേഷനിൽ നമുക്ക് ഒരു കല്ലും കൂടി എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ആ എലിവേഷൻ ടോട്ടൽ ഒരു വ്യത്യസ്തമായിട്ട് ഒന്ന് വലിച്ചു നീട്ടിയമായി വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ ഫ്ലോറും എത്രയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് തീരുമാനിക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന MEP ഡിസൈൻസ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് HVAC ഡിസൈനിൽ ഈ ഡക്റ്റുകൾ. ഇവിടെ സംഭവിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡക്റ്റ് ഈ പറഞ്ഞമാർക്ക് അതിൽ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ടുള്ള, അപ്പോൾ എവിടെ കൂടെയൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് അവിടെ വേണ്ടത്ര സ്പേസ് കിട്ടുമോ, അതിലല്ലേ നമുക്ക് വേറെ എന്തൊക്കെ സൊല്യൂഷൻസ് കാണാം. അങ്ങനെ MEP പ്ലാനും കൂടി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം വേണം നിങ്ങൾ വീട് പണിയിലോട്ട് തുടങ്ങാൻ. വീട് പണിൻ്റെ ഇടയിൽ MEP ചെയ്യുമ്പോൾ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളാണിത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതൊന്നും ശ്രദ്ധിക്കാം. ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് അതേപോലെ തന്നെ HVAC ഇതിൻ്റെയൊക്കെ ഡിസൈനിങ് കൺസൾട്ടിങ് ആണ്. MEP എന്ന് ചുരുക്കി പറയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റെക്കമെൻഡ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.